തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കടുത്ത വിമർശനവുമായി ഡോക്ടർ ടി.എം. തോമസ് ഐസക്. ജനം നടത്തുന്ന നിശിത വിമർശനങ്ങളെ തുറന്ന മനസ്സോടെ കേൾക്കണമെന്ന് ഐസക് പറഞ്ഞു. പാർട്ടിയിൽ ചർച്ച ചെയ്യുമ്പോഴും ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് കേൾക്കാൻ ഒരു ചെവി വേണം. CPIM ജനങ്ങളുടെ പാർട്ടിയാണെന്നും പാർട്ടിക്കുള്ളിൽ അച്ചടക്കം വേണമെന്നും ഐസക് അഭിപ്രായപ്പെട്ടു. അച്ചടക്കം നിർബന്ധിച്ചെടുപ്പിക്കേണ്ടതല്ല, അത് സ്വയം തീരുമാനിക്കേണ്ടതാണ്. എല്ലാവർക്കും പാർട്ടി അംഗങ്ങളാകാൻ പറ്റില്ല എന്നും പാർട്ടി ജനങ്ങളുടേതാണെന്നും തോമസ് ഐസക് പറഞ്ഞു. പരസ്പര ബഹുമാനമില്ലാതെ വർത്തമാനം നടത്തിയത് വിപരീത ഫലമുണ്ടാക്കിയെന്നും ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ഐസക് വിമർശിക്കുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒരു പരസ്പര ബഹുമാനമില്ലാത്ത രീതിയിലുള്ള ഒരുപാട് വർത്തമാനങ്ങൾ അത് വിപരീത ഫലം ഉണ്ടാക്കുക. വീണ്ടും അങ്ങനെയല്ല ശൈലി വേണ്ടതെന്നുള്ളതാണ്. അച്ചടക്കത്തിൻ്റെ നിലപാട് എടുക്കണമെന്നില്ല, പാർട്ടി മെമ്പർമാർ പോലും ആവണമെന്നില്ല, അനുഭാവികളാണ്. അപ്പോൾ ചിലപ്പോൾ പറഞ്ഞത് സ്വപ്പം രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ആരെങ്കിലും പറഞ്ഞു കാണും. പക്ഷെ തിരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം, അല്ലാതെ നിരുത്സാഹപ്പെടുത്തുക ഇങ്ങനെയുള്ളതൊന്നും വേണ്ട എന്നുള്ളതല്ല. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ ഒരു സ്വയം തിരുത്തൽ എന്ന നിലയ്ക്ക് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണമായി കാണാം. കുറച്ചുകൂടി തുറന്ന സമീപനം തോമസ് ഐസക് കാണിക്കുന്നു. എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? സ്മൃതി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ കനത്ത പരാജയത്തിന് ശേഷമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ഡോക്ടർ തോമസ് ഐസകിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രധാനമായും എന്തുകൊണ്ട് CPIM-ഉം ഇടതുപക്ഷവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നത് സംബന്ധിച്ച് തന്റെ ചില അഭിപ്രായ പ്രകടനങ്ങളാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം മുഴുനീളം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഇടതുപക്ഷം പ്രചരണം നടത്തി, അതിൻ്റെ ഉള്ളടക്കങ്ങൾ എങ്ങനെയായിരുന്നു, സോഷ്യൽ മീഡിയയിലൂടെ ഇടതുപക്ഷത്തിൻ്റെതായി വന്ന വിമർശനങ്ങൾ പാർട്ടിക്ക് ദോഷകരമായോ തുടങ്ങിയ വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള അഭിപ്രായം ഡോക്ടർ തോമസ് ഐസക് പറയുന്നുണ്ട്. കോൺഗ്രസിനെയോ BJP-യോ പോലെ വളരെയധികം പണം മുടക്കി സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രവർത്തിക്കാൻ ഇടതുപക്ഷത്തിനായില്ല. പലപ്പോഴും പണത്തിൻ്റെ ഒരു കുറവ് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ പോരായ്മയെന്ന് തോമസ് ഐസക് എടുത്ത് പറയുന്നു. പല ആളുകളും സ്വയം പോരാളികളായി ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പല അഭിപ്രായ പ്രകടനങ്ങളും അതിൻ്റെ സീമ വിട്ട് പുറത്ത് പോയിരുന്നു. അതെല്ലാം തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന് തോമസ് ഐസക് പറയുന്നു. അതേസമയം തന്നെ പാർട്ടി ഒരിക്കലും പാർട്ടിക്കാരുടേത് മാത്രമല്ല, ജനങ്ങളുടേത് കൂടിയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ വിമർശനങ്ങൾ അത് പാർട്ടി ഉൾക്കൊള്ളണം. പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് പാർട്ടി തലത്തിൽ തന്നെ ഒരു വിശകലനം നടത്തുമ്പോൾ പുറത്ത് ജനങ്ങൾ എന്താണ് ഈ തോൽവിയെ സംബന്ധിച്ച് പറയുന്നതെന്ന് കേൾക്കാനുള്ള ഒരു ചെവി കൂടി തുറന്ന് വെക്കണം എന്നാണ് ഡോക്ടർ തോമസ് ഐസക് ആവർത്തിച്ച് പറയുന്നത്. സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കുറച്ചുകൂടി കാര്യക്ഷമമാക്കണമെന്നൊരു അഭിപ്രായം കൂടി ഡോക്ടർ തോമസ് ഐസക് പറയുന്നുണ്ട്. നാളുകൾക്ക് മുമ്പേ തന്നെ താൻ ഇക്കാര്യം പറയുന്നതാണ്. അത് കൂടുതൽ സജീവമാക്കണം. പല തട്ടിലുള്ള ആളുകൾ CPIM-ൽ വിശ്വസിക്കുന്നുണ്ട്. അത് അനുഭാവികളുണ്ട്, ഉറച്ച പാർട്ടി അംഗങ്ങളുണ്ട്. എല്ലാവർക്കും പാർട്ടി അംഗത്വം എടുക്കാൻ കഴിയില്ല. ഈ കോൺഗ്രസിൻ്റെയും BJP-യുടെയും ഭാഗത്തു നിന്നുള്ള സൈബർ ആക്രമണങ്ങളെ നേരിടുന്നതിന് ഇപ്പോഴത്തെ തലത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തനം ഇടതുപക്ഷത്തിന് പോരാ എന്നാണ് ഡോക്ടർ തോമസ് ഐസക് എടുത്തു പറയുന്ന ഒരു കാര്യം. അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. നൂറുകണക്കിന് ആളുകളെ പണം കൊടുത്ത് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ ഇടതുപക്ഷത്തിനാകില്ല. പണത്തിൻ്റെ ഒരു സ്വാധീന കൂടുതലും പണം കൂടുതലുമുള്ളത് BJP-ക്കും കോൺഗ്രസിനുമാണ്. അതുകൊണ്ട് അവർ നൂറുകണക്കിന് ആളുകളെ ഇങ്ങനെ പണം കൊടുത്ത് തന്നെ സന്ദേശങ്ങളും ഒപ്പം തന്നെ പോസ്റ്റുകളും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ വർക്കേഴ്സായിട്ട് അവർ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇടതുപക്ഷത്തിന് അത് കഴിയുന്നില്ല. എങ്കിൽ പോലും ഓരോ ആളുകളും സ്വയം പാർട്ടി അനുഭാവികൾ ഉൾപ്പെടെ പാർട്ടിക്ക് വേണ്ടി അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പറയുന്നു. അതിൽ അവർ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. അതിനെ ഒരിക്കലും വിലക്കാൻ കഴിയില്ല. താൻ ഒരിക്കലും പാർട്ടി തലത്തിലുള്ള തൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷപരമായിട്ടുള്ള തൻ്റെ വിമർശനങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറില്ല. അത് പാർട്ടി യോഗങ്ങളിൽ മാത്രമേ തനിക്ക് എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പറയാറുള്ളൂ എന്നും തോമസ് ഐസക് പറയുന്നുണ്ട്. ഏതായാലും സോഷ്യൽ മീഡിയ കൂടുതൽ കൂടി ഊർജ്ജസ്വലമാക്കണമെന്നൊരു അഭിപ്രായ പ്രകടനമാണ് തോമസ് ഐസക് നടത്തുന്നത്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോൽവി സംബന്ധിച്ചു എന്നുള്ളൊരു വിശകലനം കൃത്യമായി പാർട്ടി നടത്തണം. പ്രത്യേകിച്ചും സാധാരണ ആളുകൾ എന്തുകൊണ്ടാകുന്നു, അഴിമതി ആരോപണങ്ങൾ വന്നിരുന്നു, അത് കാരണമായിട്ടുണ്ടോ, സാധാരണക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ ഇത്തവണ കൊടുക്കപ്പെട്ടിരുന്നില്ല, അതും കാരണമായിട്ടുണ്ടോ, ഇത്തരത്തിൽ ഏതെല്ലാം തരത്തിലുള്ള വിമർശനങ്ങളും എതിരഭിപ്രായങ്ങളും സാധാരണക്കാരിൽ നിന്ന് വന്നിട്ടുണ്ടോ, അതെല്ലാം പാർട്ടി തലത്തിൽ മാത്രമല്ല സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് ആ വിഷയങ്ങൾ സംസാരിക്കുന്നത് അത് കേൾക്കണം എന്നുകൂടിയുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് നടത്തിയിരിക്കുന്നത്. സ്മൃതി.
ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.